ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോപ്രോന്റെ വോൾട്ട ബാറ്ററി ഗ്രിപ്പാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു 4500 mAh ഉള്ള ഒരു ബാറ്ററി ഗ്രിപ്പാണ്. നമുക്ക് ഇപ്പോൾ ഗോപ്രോന്റെ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടെലിസാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ബാറ്ററി ഗ്രിപ്പാണ്. അപ്പോൾ ഇത് വരുന്നത് 10,000 mAh ബാറ്ററിയാണ്. നമുക്കിവിടെ ഗോപ്രോ മാത്രമല്ല, ഇവിടെ നമുക്ക് മൊബൈൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കണക്ട് ചെയ്യാം. കണ്ടില്ലേ ഇതേപോലെ. ഇപ്പം ഇത് ബാറ്ററി ഗ്രിപ്പ് മാത്രമല്ല, നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കണ്ടോ, നല്ലോണം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കൊരു സെൽഫി സ്റ്റിക്ക് പോലെ നമുക്കിത് ഉപയോഗിക്കാം. ഫോണിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ബൾക്കിയാണ്. കണ്ട, ഇതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബൾക്കിയാണ്, വെയിറ്റും കൂടുതലാണ്. അപ്പോൾ കൊണ്ടു നടക്കാൻ കുറച്ച് സൗകര്യം നോക്കിയിട്ടാണ് അപ്പോൾ ഇത് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങൾ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് വോൾട്ട ബാറ്ററി ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ട്. വോൾട്ട ബാറ്ററി ഗ്രിപ്പ്, ട്രൈപോഡ്, റിമോട്ട്, വെതർ റെസിസ്റ്റൻ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഒരു നിലയ്ക്കും തുറക്കരുന്നുള്ള പോലെയാണ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. എനിവേസ്, ഇതാണ് ആക്സസറീസ്. ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പാക്കിങ്. എനിവേസ്, അപ്പോൾ ഇതാണ് കേട്ടോ വോൾട്ട ഗ്രിപ്പ് വരുന്നത്. നല്ല ഒരു കോമ്പാക്ട് തിങ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആക്കി വെച്ചേക്കണം. ഒരു ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഓക്കെ. കണ്ടോ, ഇത് നമ്മുടെ സൈഡ് ഡോറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൈഡ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സൈഡ് ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും വാട്ടർ റെസിസ്റ്റൻ്റ് ആവില്ല. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രൂ വന്നിട്ടുണ്ട്. ഇതിന് ടൈപ്പ് സി ചാർജറാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഗോപ്രോൻ്റെ വോൾട്ട ഗ്രിപ്പ് എന്ന് പറഞ്ഞത്. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെലിസാനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കോമ്പാക്റ്റാണ്, ചെറുതാണ്, നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ നല്ല പോർട്ടബിളാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബട്ടൺസ് കാണുന്നത്. മോഡ് അല്ലെങ്കിൽ പവർ ഓൺ ഓഫ് ബട്ടണും മോഡും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് റെക്കോർഡ് ബട്ടൺ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്വിച്ചാണ്. ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ളത്, പ്ലസ് ബാറ്ററി കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പിക്ചർ, വീഡിയോ ആൻഡ് ടൈം ലാപ്സ് കാര്യങ്ങളൊക്കെ. അതിൻ്റെ കൂടെ ഒക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്ററും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഓണാക്കി നോക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ ഇത് വരുന്നത് കണ്ടില്ലേ, USB-C ചാർജറാണ്. ഇവിടെയാണ് നമ്മൾ ഗോപ്രോ ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കണക്ഷൻ കാണാം. നമുക്ക് ഗോപ്രോ ഒക്കെ ഫിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബാഗൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു സംഭവമാണത്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് പ്രസ് ചെയ്തിട്ട് അടച്ചു കഴിഞ്ഞാൽ ശരിയായി. ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ചാർജ് ചെയ്യേണ്ടത്. വോൾട്ട ഗ്രിപ്പ് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. മാത്രമല്ല ഇത് ഗോപ്രോ മാത്രമല്ല, നമുക്കിപ്പം ഫോണൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാനും നമുക്ക് ഇതിന് ഉപയോഗിക്കാം. പിന്നെ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇരുന്നോളും. നമുക്കൊരു ട്രൈപോഡ് പോലെ, ഒരു മിനി ട്രൈപോഡ് പോലെ ഉപയോഗിക്കാം. മാത്രമല്ല വലിയ ട്രൈപോഡായിട്ട് ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു മൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. നമുക്കിത് ഗോപ്രോ കണക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഗോപ്രോ ഹീറോ 11 ബ്ലാക്ക് ആണ്. എന്തായാലും ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ഇപ്പം മിഷൻ പ്രോ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മാസം എന്തായാലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഒരു വോൾട്ട ഗ്രിപ്പ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഡോറ് നമുക്കത് മാറ്റി കൊടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗോപ്രോ നമ്മൾ വോൾട്ട ഗ്രിപ്പായിട്ട് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് കണക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഗോപ്രോ ഓൺ ആക്കുക, സ്ലൈഡ് ചെയ്യുക, നേരെ പ്രിഫറൻസിൽ പോവുക, വയർലെസ് കണക്ഷൻസ്, നേരെ താഴേക്ക് വരുമ്പോൾ കണക്റ്റഡ് ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവിടെ വോൾട്ട എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണക്റ്റിംഗ് ടു വോൾട്ട. അപ്പം ഈ ബ്ലൂടൂത്ത് ഒരു 4 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 4 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. കണക്ഷൻ വാസ് സക്സസ്ഫുൾ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് മോഡ് സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോ ആയിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈം ലാപ്സ് ആയിട്ട് മാറി. ഇപ്പോൾ വീണ്ടും തിരിച്ച് വീഡിയോയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് ഓൺ ആവും. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇത് ലോങ് പ്രസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇത് ഓഫായി പോയിക്കോളും. കണ്ട, നമുക്ക് ഇവിടെ ഇതേ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ചാർജ് ചെയ്യാം. ഇത് ചാർജ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാറ്ററി
നമുക്ക് എത്ര ഉണ്ടെന്ന് നമുക്കിവിടെ കാണിക്കും. ഇവിടെ ബാറ്ററിയുടെ ഇത് കണ്ട, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണിക്കും കറക്റ്റായിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നല്ലൊരു കോമ്പാക്റ്റ് ഇതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് മുമ്പ് മേടിക്കേണ്ടിരുന്നതെന്ന് ഇപ്പം എനിക്കിതിപ്പോൾ മേടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു യൂസ് ചെയ്തിട്ട്. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടത് ട്രൈപോഡ് പോലെ നമുക്കിത് ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് നമുക്കിങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു സ്റ്റാൻഡ് ട്രൈപോഡ് പോലെ തന്നെ ആയിട്ട് നമുക്ക് ഇതേപോലെ GoPro നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വയ്ക്കാം. ഇതാണ് നമുക്കൊരു മോഡ് വരുന്നത്. അപ്പോൾ നമുക്കിനി GoPro ഓൺ ആക്കണമെങ്കിൽ കണ്ട എല്ലാം ഓണായി. പണ്ടത്തെ ഒരു കർമ്മ ഗ്രിപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പം ഇതാണ് വോൾട്ട ഗ്രിപ്പിൻ്റെ ഉപയോഗം. നമുക്ക് അത്യാവശ്യം നല്ലോണം നമുക്ക് ഒരു ബാറ്ററി ഗ്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്റ്റേണൽ ബാറ്ററി ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.